ഹായ് കൂട്ടുകാരെ, എൻ്റെ എമ്മി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് നമുക്കൊരു കുഞ്ഞു വിളവെടുപ്പാണ്. പച്ചക്കറിയിലൊന്നും ഞാൻ വെള്ളം ഒഴിച്ചില്ല. അപ്പോൾ നമുക്ക് ഇന്നങ്ങ് വിളവെടുക്കാം. വിളവെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാം. എല്ലാ തക്കാളിയൊക്കെ കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിളവെടുക്കുന്നത് കാണിക്കാം. നിങ്ങൾക്ക് കാണുന്നോന്നറിയത്തില്ല, തക്കാളിയൊക്കെ നല്ല പരിപാടി നിൽപ്പുണ്ട്, പഴുത്ത് നിൽപ്പുണ്ട്. ഇനി നിർത്തിയാ വല്ലതുമൊക്കെ പൊട്ടിക്കളയും. അതെ, നിർത്തിയാലേ വല്ലതും പൊട്ടിക്കളഞ്ഞ അന്ന് നമുക്കൊരു വിഷമമല്ലേ. നമ്മൾ കളഞ്ഞ് വരുന്നതേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, അതിരുന്നങ്ങ് പഴുത്തോളും. ഇനി മണിത്തക്കാളിയുണ്ട്. നമുക്കിനി കാന്താരി മുളക് എടുക്കാം. ഒന്നിലും വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ അത് വാടി നിൽക്കുന്നുണ്ടോ. ഇനി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാം. പച്ചമുളക് ഞാൻ വെള്ളം എടുക്കുന്നത് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമേ. ഇനി നമുക്ക് പച്ചമുളക് വിളവെടുക്കാം. പച്ചമുളക് എല്ലാം വിളഞ്ഞ് നിൽക്കുന്നു. പച്ചമുളകിലാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, അതൊന്ന് വാടി നിൽക്കുന്നു. അവർക്കൊക്കെ രാവിലെ വെള്ളം കൊടുക്കണം. നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ അവർക്ക് ഇത്രയും മുളകുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അവർക്കും ഉണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടപ്പോൾ അതൊക്കെ നമ്മൾ പിച്ചി മാറ്റി കൊടുത്ത് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കണം. അങ്ങനെ ചീര എടുക്കുകയാണ് വിളവ്. വേണ്ട, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിച്ചിരി മുളക് കൂടെ ഉണ്ട്. ഇപ്പോഴേ കൂട്ടുകാരെ, കാല് വയ്യ. കാലിൽ ഞാൻ ബാൻഡേജ് ചുറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു മരത്തിൽ കുറച്ച് പച്ചമുളക് കൂടെ നിൽപ്പുണ്ട്. അത് പിച്ചായി ഇനിയിപ്പം നാളെ എങ്ങാനും ആവട്ടെ. അപ്പോൾ ഇത്രയും പൊന്നാങ്കണ്ണിയും ചീര കിട്ടിയിട്ടുണ്ട്. ഞാൻ വയ്യാതെയായി, പച്ചക്കറി എല്ലാം ഇല്ലാതെയായി പോയി കൂട്ടുകാരെ. തക്കാളി ഇത്രയും പച്ചമുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും.